ഹലോ, നമുക്കിന്ന് ഒരു സ്നാക്സ് റെസിപ്പി ആയാലോ? എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലായിരുന്ന ഒരു സാധനത്തെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടാൻ കാരണം ഈ ഒരു റെസിപ്പി ആട്ടോ. നമ്മുടെ നേന്ത്രപ്പഴം അഥവാ ഏത്തയ്ക്ക അത് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. ഈ ഒരു റെസിപ്പി എവിടുന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചാൽ അത് വലിയൊരു കഥയാണേ. ആ കഥ ഞാനൊന്ന് ചെറുതായിട്ട് ചുരുക്കി പറയാം. കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളൊന്നും അല്ലായിരുന്നു ഞാൻ കേട്ടോ. പിന്നെ ഹസ്ബൻഡ് കൂടെ ഇവിടെ നിന്ന് സൗദിക്ക് പോയപ്പോൾ അവിടെ സർവൈവ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം കുക്കിംഗ് ചെയ്യാൻ തുടങ്ങിയ ആളാണ് ഞാൻ. ആ ടൈമിലാണ് എനിക്ക് കോഴിക്കോടും കാസർഗോഡുമായിട്ടൊക്കെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയത്. കിട്ടിയ ആൾക്കാരെല്ലാം നല്ല അപാര ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആ ഫുഡിൻ്റെ കാര്യമൊക്കെ ഓർത്തിട്ട് നാക്കിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. അപ്പം നമുക്ക് കഥയിലേക്ക് വരാം. അവിടെ ഉണ്ടായിരുന്ന കൂടുതൽ ഫ്രണ്ട്സും നാട്ടിൽ പോയതിന് ശേഷം ഞങ്ങളൊരു 4 പേരായിരുന്നു തിക്ക് ഫ്രണ്ട്സ്. അതിൽ 3 പേരും കാസർഗോഡുകാരായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്തനംതിട്ട. ഈ ഹസ്ബൻഡ്സൊക്കെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിരിക്കും. അങ്ങനെ കിട്ടുന്ന ടൈമിലൊക്കെ നമ്മൾ ഏതെങ്കിലും പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഒന്നെങ്കിൽ അവിടേക്ക് പോകും, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും പാർക്കിലെങ്കിലും പോയി അവിടെ പോയിരുന്ന സൊറവറച്ചിലാണ് നമ്മുടെ പ്രധാന പണി. ചില ദിവസങ്ങളിൽ നമ്മൾ സ്നാക്സൊക്കെ ആയിട്ടായിരിക്കും പോകുന്നതേ. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നതിൽ ഒരാൾക്ക് മാത്രമേ കുട്ടി ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം അവന് കഴിക്കാൻ വേണ്ടിയിട്ട് അവൾ കൊണ്ടുവന്നൊരു സ്നാക്കാണിത്. കൊണ്ടുവന്നത് അവന് വേണ്ടിയിട്ടാണെങ്കിലും കഴിച്ചത് മുഴുവൻ ഞങ്ങളായിരുന്നു. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ തന്നെയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ എല്ലാവർക്കും അത് ശരിക്കും ഇഷ്ടമായി. അങ്ങനെ നമ്മൾ അവളോട് റെസിപ്പിയൊക്കെ ചോദിച്ചു. നമ്മുടെ ഇടയിൽ തന്നെ ഭയങ്കര ഹിറ്റായൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ അത്. ശരിക്കും പറഞ്ഞാൽ അവന് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് വേറെ വേറെ ഫുഡ് കൊടുക്കാൻ വേണ്ടി അവളിങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി അങ്ങനെ വന്ന് കണ്ടുപിടിച്ചൊരു റെസിപ്പി ആയിരുന്നു ഇത്. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് അവളിത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. പിറ്റേ ദിവസം തന്നെ ഞാനത് ഉണ്ടാക്കി നോക്കുകയും ചെയ്തു. ഈ നേന്ത്രപ്പഴം തീരെ ഇഷ്ടമല്ലാത്ത ഞാൻ അതിൻ്റെ ഫാനായി, അല്ലെങ്കിൽ അതിൻ്റെ അഡിക്റ്റായി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. എനിക്ക് ഈ സാധനം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് നന്നായി പഴുത്ത ഏത്തപ്പഴമായിരിക്കണം വേണ്ടത്. ഞാൻ കഴിക്കാത്തതുകൊണ്ട് മാത്രം വേസ്റ്റായി പോകേണ്ടിയിരുന്ന 2 ഏത്തപ്പഴം വീട്ടിലുണ്ടായിരുന്നത് വെച്ചിട്ടാണ് ഞാനിതുണ്ടാക്കി നോക്കിയത്. വാങ്ങി കുറേ ദിവസമായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പഴുത്തിട്ടും ഉണ്ടായിരുന്നു. അന്ന് എന്തോ കാരണത്താൽ നമുക്ക് പുറത്തു പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ ഈ സാധനം ട്രൈ ചെയ്തപ്പോൾ ഏത്തപ്പഴം ഒരുപാട് ഇഷ്ടമുള്ള നമ്മുടെ കൂട്ടത്തിലെ ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ അവളും ഞാനും കൂടിയാണ് ഇതുണ്ടാക്കി കഴിച്ചതും. നാട്ടിൽ വന്ന ശേഷവും ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. വീട്ടിലെല്ലാവർക്കും ഈ സാധനം ഇഷ്ടപ്പെടുകയും ചെയ്തു. പ്രഗ്നൻ്റ് ആയിരുന്നുകൊണ്ട് തന്നെ ആ ടൈമിൽ ഒറ്റവട്ടേ ഞാനിത് വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇസുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏത്തപ്പഴം വാങ്ങിയത്. ഒറ്റ തവണ കൊടുത്തപ്പോൾ തന്നെ അവൻ ഇത് നന്നായിട്ടങ്ങ് റിജക്റ്റ് ചെയ്തു വിട്ടു. പാവം, എന്നെപ്പോലാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ആവട്ടെ, ഈ സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാം, അവൻ കഴിച്ചോളൂ. അങ്ങനെ ബാക്കി വന്ന ആ ഏത്തപ്പഴത്തിൽ ഞാനിതൊന്ന് വീണ്ടും ട്രൈ ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേറെ ആർക്കും അറിയാത്ത റെസിപ്പി ആണോ എന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് അന്ന് അവൾ ഉണ്ടാക്കി കൊണ്ടുവന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു യൂണീക്ക് റെസിപ്പി ആയിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുകയാണേ. നിങ്ങളിൽ ആരെങ്കിലും ഇതിനു മുമ്പ് ഇതുണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഈ കാണിക്കുന്നതല്ലാതെ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കാഷ്യൂസോ തേങ്ങ ചിരകിയതോ ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന വഴി ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ നല്ല പഴുത്ത ഏത്തപ്പഴം എടുക്കുക. അതിന് നല്ലോണം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ശേഷം ഇതെല്ലാം കൂടെ നെയ്യിൽ നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ കളറാവും ഈ ഏത്തയ്ക്ക നമ്മൾ നെയ്യിലിങ്ങനെ വറുത്തെടുക്കുമ്പോഴേ. ആ ഒരു ടൈം വരെ അതിനെ ഒന്ന് വറുത്തെടുക്കണം. അതൊന്ന് പാകമായി വരുന്ന സമയത്തേക്ക് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് വയ്ക്കാം. അതിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബ്രെഡും കൂടി നമുക്ക് പൊടിച്ച് വെക്കാം കേട്ടോ. ഈ ഏത്തയ്ക്ക നന്നായി പാകമായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ചെറിയ പീസിൽ നിന്ന് മാറിയിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരും. ആ ഒരു ടൈം വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ശേഷം ഈ ഏത്തയ്ക്കയെ നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് അത് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് പിന്നെ ബ്രെഡിൽ പൊതിഞ്ഞെടുക്കാം. ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ പീസസും ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലാക്കി അത് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് പിന്നെ ബ്രെഡ് കൊണ്ട് പൊതിഞ്ഞിട്ട് എടുത്ത് വയ്ക്കണം. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ സാധനം ഇട്ട് കൊടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ തീ ഒരുപാട് നമ്മൾ വയ്ക്കേണ്ട, ഒരു സിമ്മിലിട്ടാൽ മതി. ഒരുപാട് വേഗമൊന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പരുവം പറയുകയാണെങ്കിൽ നമ്മുടെ കട്ട്ലറ്റൊക്കെ ഇല്ലേ, ആ ഒരു കളറിലേക്ക് സാധനം എത്തിക്കഴിയുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ.
അപ്പോഴത്തേക്കും നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എന്നെ പോലെ ഏത്തക്ക ഇഷ്ടമല്ലാത്തവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചിലപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഏത്തയ്ക്ക നല്ല പഴുത്തതാവുമ്പോൾ നല്ലൊരു മധുരവും ഒക്കെ ആയിട്ട് ഈ നെയ്യിൽ വറുത്തെടുക്കുകയും കൂടെ ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടേ. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു മിക്സഡ് ടേസ്റ്റാണ് ഈ സാധനത്തിനുള്ളത്. ഇതിനെന്താ പേര് പറയാമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നേരത്തെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവർക്ക് ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. എത്ര ഇഷ്ടമല്ലാത്തവരും ഇതിൻ്റെ ഒരു ഫാനായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഏത്തയ്ക്ക ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു നോക്കുക കേട്ടോ. ചിലപ്പോൾ ക്ലിക്കായാലോ. ഇനി അഥവാ ക്ലിക്കായി എന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇത് പാളിപ്പോവാൻ ചാൻസ് കുറവാട്ടോ. എന്തായാലും നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാമേ. ടാറ്റ ബൈ ബൈ.